നമുക്ക് നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ 10-20 വയസ്സ് പ്രായത്തിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ നീയത്ത് വെക്കും. നമ്മൾ അറിഞ്ഞിട്ട് അന്നത്തെ പ്രായത്തിലല്ലേ നമുക്ക് അത്രയല്ലേ പക്വത ഉണ്ടാവുള്ളൂ അല്ലേ. ചെറുതിലേ നമുക്ക് ഖുർആാനോട് അങ്ങേയറ്റം ഇഷ്ടം ഉണ്ടാകുമ്പം നമുക്ക് അഭയം ഖുർആൻ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ഒരു മനസ്സിലൊരു തോന്നലും ആ ഒരു ധൈര്യവും നമുക്കുണ്ടെങ്കിൽ ഇപ്പം ഞാനെല്ലാം തന്നെ മദർസയിലെല്ലാം പോയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് ദൂരമാണ്. ഞാൻ മദർസയിൽ പോകുന്ന സമയത്ത് 6 മണി മുതൽ 9 മണി വരെയാണ് മദർസ. അപ്പം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെയല്ല, അന്നൊന്നും കടകളെല്ലാം ദൂരെ ദൂരെ ഉണ്ടാകാൻ സ്ട്രീറ്റ് ലൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റോട്ടുമ്പിലൊരു വെളിച്ചമായിട്ട് അന്നേരം ചൂട്ട കത്തിച്ചിട്ട് റോട്ടുമ്പിലേക്ക് കൂടി പോകുന്നത് അപൂർവം ഓരോരോ ആളുകളെടുത്ത് ടോർച്ച് തന്നെ ഉണ്ടാവുള്ളൂ. ചില ചെറിയ ചെറിയ ഒച്ചകളൊക്കെ കേൾക്കും, കുഞ്ഞു കുട്ടികളാണ് കേട്ടോ. അപ്പം എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ രാത്രി മദർസ വിട്ടിട്ട് ഒരുപാട് ദൂരെ വരേണ്ടത് ഞാനാണ് കേട്ടോ. മദർസ വിട്ടിട്ട് ഒരുപാട് ദൂരെ റോട്ടിലേക്ക് കൂടി വരേണ്ടത് ഒറ്റക്ക് ഞാനാണ്. ചെറിയ പ്രായം അന്നേരം 11 വയസ്സ് അല്ലേ 12 വയസ്സ് എന്ന പ്രായത്തിലാണ് ഞാൻ ഒറ്റക്ക് വരിക. അപ്പം എൻ്റെ കൂടെ ആരുള്ള ധൈര്യത്തിന് എൻ്റെ മുസാഫുള്ള ഈ മുസാഫിൻ്റെ ധൈര്യം എൻ്റെ ഏട്ടത്തിമാരൊന്നും ആ സമയത്ത് നേടി പുറത്ത് വീട്ടിൻ്റെ മുറ്റത്ത് പോലും ഇറങ്ങൂല കേട്ടോ. പേടിയാണ് അവർക്ക് രണ്ടാക്കും പേടിയാണ്. 2 ഏട്ടത്തിമാരല്ല. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. ഏട്ടത്തിമാർക്കൊക്കെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും തരാൻ വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളിൽ ഓരോരോ ആളുകൾക്ക് ഞാൻ ദുആ ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാവർക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഓരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു എളുപ്പത്തിൽ ശരിയാക്കി തരുന്നതും കുറച്ച് ധൈര്യമൊക്കെ തരുന്നതും നമ്മുടെ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ശൈത്താൻ ഇബ്ലീസിൻ്റെത് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ചെറിയ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് നമ്മളെ കുട്ടികളും വലിയവരും ഒക്കെ പറയും, എവിടെയും പുറത്തൊന്നും പോകരുത്, സമയമില്ലാ സമയത്തൊന്നും പോകരുത്, ശ്മശാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്നെ കൂടുതൽ നമുക്ക് പേടിയാവും. അപ്പോൾ 2 ശ്മശാനം എല്ലാം കടന്നു വെച്ചിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാ. കൂരാക്കൂരി ഇരുട്ടിയിരിക്കും, ചൂട്ടൻ്റെ വെളിച്ചം പോലും ഉണ്ടാവില്ല. അപ്പോൾ റോഡെല്ലാം കഴിഞ്ഞ് ഒരു ഇടവഴിയുണ്ട്. ഇടവഴി തന്നെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. ആ റോട്ടിലേക്കൂടെ ഇടവഴി എത്തി ഒരൊറ്റ ഓട്ടം ഞാൻ വീട്ടിലേക്ക് എത്തുന്നവരെ മുസാഫ് അവിടെയും ഉണ്ട് ഒരു ശ്മശാനം. ലൈറ്റൊന്നും ഇല്ല കേട്ടോ. ആ ഇടവഴിയിലേക്ക് കൂടി ലൈറ്റില്ല. ഒറ്റ ഞാനും എൻ്റെ കയ്യിലൊരു മുസാഫ് ഉണ്ടാകും. മുസാഫും കിതാബുകളും ഇതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ ഓതുന്നുണ്ടാകുന്നത്. അപ്പോൾ അത്രയും എനിക്ക് ആ ചെറിയ പ്രായത്തിലേ ഖുർആനെ ഭയങ്കരമായിട്ടുള്ള വിശ്വാസം. നമ്മളെ പടച്ച റബ്ബ് അല്ലേ, നമ്മളെ അല്ല നമ്മളെ കൂടെ ഉള്ളതുപോലെയാണ് നമ്മളെ മുസാഫ് നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് വന്ന് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് റസൂലുള്ളാഹിനെ സ്വപ്നം കാണണം എന്ന് ഞാൻ ഒരു ദിക്റിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിഭാഷ ഉണ്ടാവില്ല, ആ ഇതെല്ലാം വായിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു സമയം അത് വെച്ചാൽ വെള്ളിയാഴ്ചൻ്റെ അന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ അന്ന് മഗ്‌രിബിന് ശേഷം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഒക്കെ ഓതിക്കഴിഞ്ഞ് ദിക്റുകളും സലാത്തെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഇശാ നമസ്കാരം കഴിഞ്ഞ് ആ ഒതോട് കൂടിയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു 12 തവണ ഈ സ്വലാത്ത് ചൊല്ലി കിടന്നു. അപ്പം എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താ, എനിക്ക് മുത്തുനബിനെ കാണണം. ആ ചെറിയ പ്രായത്തിൽ നമുക്ക് എന്താ കൂടുതലൊന്നും അറിയില്ല, എന്നാലും ഇപ്പോഴത്തെ പോലത്തെ ബുദ്ധി അന്ന് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു ആകാംക്ഷ, മുത്തുനബിനെ കാണണം. മുത്തുനബിനെ കണ്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ആ പരിഭാഷയിൽ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും അതൊന്നും നമ്മൾ ഉൾക്കൊള്ളൂല. നമ്മളെ റബ്ബിനെ നമുക്ക് കാണണം, സ്വപ്നത്തിൽ കാണണം. സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു വിഷമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റില്ല, കണ്ട പ്രതീതി നമുക്ക് കിട്ടും എന്ന് ആ പരിഭാഷയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഓതി. ഈ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ വെള്ളിയാഴ്ചൻ്റെ അന്നത്തെ ദിവസം ജുമാക്ക് ശേഷമുള്ള മഗ്‌രിബിന് ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിത് 12 തവണ ഓതി ഞാൻ കിടന്ന്. അപ്പോൾ ഇതെന്നെ ആകാംക്ഷ തന്നെ മനസ്സിലുണ്ടായി. വീണ്ടും അടുത്ത വ്യാഴാഴ്ച ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിത് 12 തവണ ഓതി. അൽഹംദുലില്ലാ എനിക്ക് മനസ്സിനൊരു തൃപ്തിയായി. നമ്മളെ മനസ്സിൻ്റെ തൃപ്തിയാണെന്നല്ലോ എല്ലാം അല്ലേ, എല്ലാം തന്നെ നമ്മളെ മനസ്സിൻ്റെ തൃപ്തിയാണ്. കാരണം അത് ഓതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കിതാബിനെയും ഖുർആനെയും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് എനിക്ക് എന്തൊന്നില്ലാത്തൊരു സന്തോഷം. ആ സന്തോഷത്തിൽ കൊണ്ട് തന്നെയാണ് ഞാൻ എവിടെയും, കാരണം എൻ്റെ ജീവിതത്തിന് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം പല സമയത്തിലും പല സന്ദർഭത്തിലും ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ
രക്ഷപ്പെട്ടിട്ടുണ്ടാകുക എൻ്റെ മുത്ത് റസൂലിനെ ഞാൻ സ്വപ്നത്തിൽ കൂടിയോ ഇല്ല അതിൻ്റെ അനുഭവം എനിക്ക് കിട്ടിയത് കൊണ്ടോ ആയിരിക്കാം ഞാൻ എല്ലാത്തിൻ്റെ എത്തുന്നു ഞാൻ പുനർജീവൻ വെച്ച് ഞാൻ വന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ആലോചിക്കും എൻ്റെ ഓരോ കഴിഞ്ഞു പോയ കാലങ്ങളിൽ വന്ന എൻ്റെ അനുഭവം ഇത്രയും വലിയൊരു അനുഭവത്തിൽ കൂടി കടന്നു വന്ന ഒരാളല്ലേ ഞാനെന്ന്. കാരണം അന്ന് എൻ്റെ ഈ മക്കളെല്ലാം കുഞ്ഞു മക്കളാണല്ലേ. ആ മക്കളോട് ഞാൻ എന്ത് പറഞ്ഞും വിശ്വസിക്കും. പറയുന്നതിന് നമുക്കൊരു പരിധിയുണ്ട് അല്ലെ. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പക്ഷെ എല്ലാം എൻ്റെ കൂടപ്പിറപ്പുകൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ഇന്നെല്ലാം തന്നെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡിസ്കിൽ ആക്കി വെച്ച പോലെ, ഒരു പെൻഡ്രൈവിലാക്കി വെച്ചതുപോലെ എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഞാൻ കടന്നു വന്ന വഴികളൊക്കെ എനിക്ക് കാണുന്നുണ്ട്. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, നമ്മൾ എന്ത് ഉയർച്ച ഉണ്ടായാലും നമ്മൾ വന്ന വഴി മറക്കാൻ വേണ്ടി പാടില്ല എന്ന്. നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ എന്നിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്താ, ഈ ഒരു അനുഭൂതിയൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് എന്നെപ്പോലെ പല സമയത്തും സന്ദർഭങ്ങളിലും കടന്നു പോകുന്ന സ്ത്രീകളായാലും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്ന ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ചെല്ലുക. എപ്പോഴാണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാന്നില്ലേ, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ മഗ്‌രിബിന്, ജുമാ കഴിഞ്ഞപാട് മഗ്‌രിബല്ല, ജുമാ കഴിഞ്ഞപാട് അസർ നമസ്കാരം ഉണ്ട്. അസറിനല്ല, മഗ്‌രിബ് ഇശായിൻ്റെ ശേഷമാണ് ഈ സലാത്ത് നമ്മൾ 12 തവണ ചെല്ലേണ്ടത്. യാതൊരു കാരണവശാലും ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒതു ഉണ്ടാകണം നിർബന്ധമാണ്. കൂടാതെ സംസാരിക്കാൻ വേണ്ടി പാടില്ല. യാതൊരു കാരണവശാലും സംസാരിക്കാൻ വേണ്ടി പാടില്ല. ഫോൺ വന്ന് എടുക്കാൻ വേണ്ടി പാടില്ല. ഈ ഓതി 2 പ്രാവശ്യം 3 പ്രാവശ്യം ഓതി പിന്നെ വേറെ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഒതോടുകൂടി ആ നമസ്കാരത്തിൻ്റെ മുസല്ലയിൽ ഇരുന്നിട്ട് തന്നെ 12 തവണ ചെല്ലുക. യാ റസൂലുള്ളാ യാ റസൂലുള്ളാ എന്ന് വിളിച്ചിട്ടുള്ള ദിക്റാണത്. അപ്പോൾ ആ ദിക്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ദിക്റിന് അത്രയും മഹത്വമുണ്ട്. എനിക്കൊരു ബലം കിട്ടുന്ന ദിക്റാണ്. ഒരുപാട് കാലം ഇന്നും ഞാൻ ആ ദിക്റ് മറക്കാതെ ഞാൻ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഞാൻ ഓതും. എന്ത് തിരക്കാണ്. പിന്നെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസോ അല്ലെങ്കിൽ വേറെ എവിടെയും കല്യാണത്തിന് ഫംഗ്ഷനോ മറ്റോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെപ്പുറം പോകേണ്ട ആളെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസം ലേറ്റ് ആക്കൂ. എന്നാലും ഞാൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ പാതിര സമയത്തും ഞാൻ ഓതും. എനിക്ക് എൻ്റെ ഖുർആൻ ഓതിയാൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാവുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കിടന്നുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കും കിടന്നിട്ട് ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് പിന്നെ ചെരിഞ്ഞ് കിടന്ന് ഞാൻ ഓതുന്നുണ്ടാവും. ഇങ്ങനെയാണ് എൻ്റെ രീതി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നത്. ചില സമയത്ത് ഞാൻ പാതിരാക്കെല്ലാം ഓതുമ്പോൾ തന്നെ നമസ്കരിക്കുമ്പോൾ ഓതുമ്പോൾ ഒക്കെ തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ആൾ അറിയുമല്ലേ. അപ്പോൾ ലൈറ്റ് ഇടുന്ന സമയത്ത് അവർക്കറിയാം ഇത് ഓതുന്നതായിരിക്കും. ഒന്നും ചോദിക്കില്ല, ഒന്നും പറയൂല. ആ സമയത്ത് തന്നെ വിളിക്കാനോ ഒന്നിനും വരില്ല, ആരും വരില്ല കേട്ടാ. ഇപ്പം അങ്ങനെയാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അത് നിങ്ങളിലേക്കും കൂടി എത്തിച്ചാൽ നിങ്ങൾക്കത് നിങ്ങളുടെ വിഷമങ്ങൾ തീരും. നമുക്ക് മുത്തുനബീനെ നമുക്ക് സ്വപ്നത്തിൽ കണ്ടാലോ, മുത്തുനബീൻ്റെ ഒരു ദർശനം നമുക്ക് കിട്ടിയാലോ. ഇപ്പം ഞാൻ അവിടേക്ക് എത്തി. എന്തൊരു മഹാ അത്ഭുതം പോലെയാണല്ലേ ഞാൻ ഉംറ ചെയ്യാൻ പോയത്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതാണ് ഞാനൊരു ഉംറ ചെയ്യാൻ പോയത്. എന്നെ അവിടെ എങ്ങനെ എത്തിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകാനുള്ള ഇതുണ്ടായിട്ടില്ല. ആരും എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയതുമല്ല. ഞാൻ കുവൈത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് വന്ന് വിളിച്ചതാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയല്ല ഉള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ അടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ എന്താ പറയുക, കഅബയെ ഞാൻ കാണാനും എന്നത് കാണിക്കാനും ഒക്കെ ഉണ്ടാകുന്ന ആ ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ഒരു ആഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു എനിക്ക് സാധിപ്പിച്ചു തന്നത്. ഞാൻ പോലും വിചാരിക്കാത്ത സമയത്ത് ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് ഞാൻ അവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊന്നും വെറുതെ ആവില്ല. നമുക്കിതിൻ്റെ ഒക്കെ ഗുണങ്ങളും എല്ലാ പരിഹാരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേടിത്തരും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി നിറവേറ്റിത്തരും. അപ്പം മുത്തുനബിനെ സ്വപ്നം കാണാമെന്ന് വെച്ചാൽ ചെറിയ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല, എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം കൊണ്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്ത അല്ലാ, ഞാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലാ, നീ അത് എനിക്ക് അനുഗ്രഹിച്ചിട്ട് ആ സ്വപ്നത്തിൽ എൻ്റെ റബ്ബിനെ എനിക്ക് കാണിച്ചു തരണേ അല്ലാ. ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു
നമ്മളപ്പുറം ഇപ്പുറമായിട്ട് തിരിഞ്ഞു പോയി. എന്തെങ്കിലും ഒരു ശൈത്താൻ ഇബ്ലീസ് ഇതിൻ്റെ എല്ലാം കൂടെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കും. പക്ഷേ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന ആ ഒരു ആയത്ത് ഓതുന്നതോടുകൂടി നമ്മളിൽ നിന്ന് വിട്ടുപോകും. പിന്നെ എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ദർശിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടും. അപ്പോൾ വെറുതെ ആയി പോവില്ല. അപ്പോൾ ആ ദർശനം നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് എല്ലാത്തിൽ നിന്നും ഹാപ്പിയായി, എല്ലാ മുസീബത്തിൽ നിന്ന് അടങ്ങാറിൻ്റെ നമ്മൾ രക്ഷപ്പെട്ടു വരും. നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും ആ ഒരു ദർശനം. അപ്പം നമ്മളെ കൈവിടൂല. നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും ഓക്കെ അത് ഞാൻ ചെയ്യാം, അത് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കത് സാധിച്ചു കിട്ടും എന്നുള്ളൊരു ഉറപ്പും വിശ്വാസം നമുക്ക് ഇവിടുന്നോ ഇല്ലാത്തത് വരും. അപ്പം എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സലാത്ത് ഏതാണെന്നറിയോ? അഅ്ലമുസ്സലാത്താണ്. അഅ്ലമുസ്സലാത്ത് എന്ന ഒരു നിങ്ങളുടെ അടുത്ത് ആരുടെ ആ കിതാബ് ഇല്ലെങ്കിൽ നിങ്ങൾ മുസാഫെല്ലാം വിൽക്കുന്ന ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാൽ മതി. അഅ്ലമുസ്സലാത്തിൻ്റെ കിതാബ് ഉണ്ടാവും. അതിൽ തന്നെ നൂറുൽ ഈമാൻ ഉണ്ടാവും, കഞ്ചുൽ അർശ് ഉണ്ടാവും, പിന്നെ അദാദ് റാത്തീബിൻ്റെ ഉണ്ടാവും. ഇങ്ങനെ പല ദിക്റുകളും സലാത്തുകളും ഒക്കെ ഉണ്ടാവും, സൂറത്തുകളുണ്ടാവും. നല്ല പിന്നെ നമുക്ക് എപ്പോഴും നിത്യോധൻ്റെ സൂറത്തുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ എല്ലാം പരിഭാഷ ഉണ്ടാവും. നിങ്ങളത് വാങ്ങുക, എന്നിട്ട് അത് നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുക അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം എന്നല്ലേ. നമുക്ക് നിസ്സാര കാര്യമല്ല ഞാൻ പറയുന്നത് വെച്ചാൽ നല്ലോണം വേർക്കുന്നുണ്ട് കേട്ടോ. നിസ്സാര കാര്യങ്ങളല്ല, അള്ളാഹുവിൻ്റെ പടച്ചറബിൻ്റെ നമുക്ക് നമ്മുടെ മുത്ത് റസൂലിനെ സ്വപ്നത്തിൽ കാണിച്ചു തരാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകണേ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥതയോടുകൂടി മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം, ദുആ ചെയ്തിട്ട് വേണം നമ്മളിത് ചൊല്ലാൻ വേണ്ടിയിട്ട്. അത് ചൊല്ലിയതോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സങ്കടം വരുന്നിട്ടാ. പിന്നെ അത് നമുക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ, സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ, സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ അത് ഓതി കഴിഞ്ഞ പാട് നിങ്ങൾ ഉറക്കിലേക്ക് പോവുക. ഉറക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു അതിൻ്റെ പ്രതിഫലം ഏറ്റവും നമുക്ക് തരും അല്ലേ. നമ്മൾ ആരെ കാണാൻ ആഗ്രഹിക്കുന്നത്? റോഡിലേക്കൂടി വഴി പോകുന്ന ആളെയല്ല കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ല നമ്മളെ ഒപ്പം പഠിച്ചവരല്ല നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ സ്വപ്നത്തിൽ കാണിച്ചു തരാൻ, മുത്തുനബിനെ സ്വപ്നത്തിൽ കാണിച്ചു തരാനുള്ള ഭാഗ്യം തരണേ അല്ലാ, കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നു. അത് ഏതെങ്കിലും ഒരു കാരണവശാലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, അതിൻ്റെ ദർശനം നമുക്ക് കിട്ടിയതിൻ്റെ അനുഭൂതി നമുക്ക് വരും. പിന്നെ നമ്മളെല്ലാം വെച്ചടി എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കി തരും. അത്രയൊരു മഹത്തായ ഒരു ദിക്റാണിത്. ഈ ദിക്റിന് നിങ്ങളെല്ലാവരും തന്നെ അകമഴിഞ്ഞ സ്നേഹത്തോടെ കൂടിയിട്ട് ഓരോരുത്തരും നിങ്ങൾ ഓതി നോക്കിയാൽ നമ്മൾ എന്താണോ വിചാരിക്കുന്ന ആ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ സാധിപ്പിച്ചു തരും. നമ്മൾ എവിടെയും നമ്മൾക്ക് തടസ്സങ്ങൾ മുസീബത്ത് വരില്ല, പ്രയാസങ്ങൾ വരില്ല. പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തും അതിനൊക്കെ ഒരു പരിഹാരം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു ധൈര്യമാണ്, എല്ലാം കൊണ്ടിട്ടുള്ളൊരു സപ്പോർട്ടും ധൈര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അതാണ് ഈ ദർശനം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ മുത്തുനബിനെ സ്വപ്നത്തിൽ കണ്ട ഒരു ദർശനം നമുക്ക് കിട്ടും അല്ലേ. ആ കിട്ടുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ മഹാ അനുഭൂതിയാണ്, വലിയ സന്തോഷമാണ്. നമ്മളെവിടെയും തന്നെ ചില ആളുകൾ പറയും പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഞാൻ എൻ്റെ ഉപ്പ മരണപ്പെട്ട സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി കരയാതെ ഞാൻ ദുആ ചെയ്ത ആളാണ്, കരയാതെ ദുആ ചെയ്ത. ഉപ്പ പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് എന്നോട് 2-3 ദിവസം മുമ്പേ പല ആഗ്രഹങ്ങളും ചോദിച്ചെൻ്റെ മൂത്ത മോളെ വിശേഷമുള്ള സമയത്താണ്. അപ്പോൾ പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് എൻ്റെ ഉപ്പ ശ്വാസം മുട്ടലാണ്, ആസ്മൻ്റെ അസുഖമുണ്ട്. അപ്പം മരണപ്പെട്ട സമയത്ത് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഉപ്പ എന്നുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ഭയങ്കര ഇളയ മോളാണ് ഞാൻ. അപ്പം അങ്ങനെ എന്നെ അങ്ങേയറ്റം സ്നേഹപൂർവ്വം കൊണ്ടുവരുന്നൊരു വാപ്പയാണ്. അപ്പം ഉപ്പ മരിച്ചു കഴിഞ്ഞാലും ഞാൻ വല്ലാതെ മനസ്സ് കൂട്ടി കരഞ്ഞു പോയി. കാരണം എൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ എൻ്റെ ഉമ്മക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ആ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ദുആ ചെയ്ത് എൻ്റെ ഉമ്മാൻ്റെ അസുഖം മാറ്റിത്തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഓർമ്മകളെല്ലാം കുറഞ്ഞു പോയിന്. അപ്പം അതുപോലെ അസുഖങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ ആലോചിച്ച്, നമുക്ക് ഉമ്മയും നഷ്ടപ്പെട്ടു, ഉപ്പയും നഷ്ടപ്പെട്ടു, ശൂന്യമായി. ആ ശൂന്യതയിലാണ് ഞാൻ ഉണ്ടായിന്. അപ്പോൾ എനിക്ക് കരയാൻ വരുന്നില്ല. ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് ദുആ ചെയ്യുകയും ചെയ്ത്. ആരും തന്നെ കരയാൻ സമ്മതിച്ചില്ല. പക്ഷേ ജനാസ കൊണ്ടുപോയതിന് ശേഷം ഞാൻ എൻ്റെ മനസ്സ് പൊട്ടിപ്പോയി, പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോ സന്ദർഭം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി അസുഖമായിട്ട് പെട്ടെന്ന് കിടന്നത്, ആസ്പത്രിയിൽ അഡ്മിറ്റായത് നമ്മളറിയില്ല.
അപ്പോൾ ആ സമയത്ത് എനിക്ക് മുഹറം മാസത്തിലെ നോമ്പ് ഉണ്ടായിട്ടുണ്ടായിന്. ആരും അറിയില്ല, എൻ്റെ ഉമ്മയും ആരും അറിയില്ല എനിക്ക് നോമ്പുള്ളത്. അപ്പം നമ്മളെ വീട്ടിൻ്റെ അയൽവാസി ആസ്പത്രിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആകുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് കാണാൻ പോയ സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി എൻ്റെ മൂത്തമ്മ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ. മോള് പോലും അറിയില്ല, ഒന്നിച്ച് വന്ന മോളറിയില്ല, ആരും അറിയില്ല. മോളെ പുതിയാപ്പിള അറിയും. അപ്പം എന്നെ കണ്ടപാട് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയാന്നല്ല, അപ്പോൾ ഉമ്മാൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും. അപ്പോൾ ഉമ്മാനോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, പിന്നെ ഇങ്ങനെയാണെന്ന് എന്നോട് സംഭവം പറഞ്ഞിട്ട് ഞാൻ അവരെല്ലാവരും അവിടെയുള്ള മുത്തമ്മൻ്റെ മോളെയും എൻ്റെ ഉമ്മാനെയും ഒക്കെ വണ്ടി കയറ്റിയിട്ട് വീട്ടിലേക്ക് അയച്ച് ഞാൻ അവിടെ നിന്ന് ഞാൻ മയ്യത്തിൻ്റെ ഒപ്പരം ഞാൻ വന്നത്. നമ്മൾ കാണാൻ പോയത് വേറെ ആളെ, സുഖൂലായിട്ട് കാണാൻ പോയത് വേറെ ആളെ, കണ്ടത് വേറെ ആളെ, മരിച്ച മയ്യത്താണ് കണ്ടത്. അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളും എന്നെ ഓരോ സമയത്തും ഓരോ സ്ഥലത്തേക്ക് എന്നെ എത്തിക്കും. ഇത് അള്ളാഹുവിന് മഹത്തായ അനുഗ്രഹമാണ് കേട്ടോ. വിഷമത്തിൽ പ്രയാസത്തിൽ നമ്മൾ ഓരോരാളെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക. നിങ്ങളെ ഒരു സഹോദരി പറഞ്ഞു തരുന്ന പോലത്തെ കഥകളായിട്ട് നിങ്ങൾ കേൾക്കുക. കഥയിലെ യാദൃശികമായ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കഥയാവും, എനിക്ക് യാദൃശികമാണ്. ആ അവസ്ഥകളൊക്കെ ഞാൻ തരണം ചെയ്ത് വന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് തന്നെ ദൂരെ സ്ഥലത്തു നിന്ന് മലപ്പുറം നാട്ടിൽ നിന്ന് മരിച്ച് ആ സമയത്തും എനിക്ക് നോമ്പാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് 5-8 മണിക്കൂർ കാറിൽ ഓടി പോയി ആ മയ്യത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മയ്യത്തെടുത്തപാട് ഞാൻ നോമ്പ് മുറിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരുമോ ചോദിച്ചാൽ മരിച്ച വീട്ടിൽ. അങ്ങനെ എനിക്ക് അധികം ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, വെറുതെ പറയുന്നതല്ല, കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ തള്ളക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ ഉസ്താദുമാരെ കമൻറ്റിലും ഒക്കെ വല്ലാത്ത മോശമായ കമൻ്റൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞാൻ മനസ്സിലാക്കുക, ഈ ഇങ്ങനെ ഇടുന്നവർ വേറൊരു പണിയില്ലാത്ത ആളായിരിക്കൂലേ അല്ലേ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും നമ്മളെന്താ ചെയ്യുക? നമ്മളെ പഠിച്ച റബ്ബിനോട് നമ്മൾ പറയുക, എൻ്റെ മനസ്സും ഹൃദയവും കൽബും നീ നന്നാക്കി തരണേ അല്ല, എനിക്ക് എല്ലാ നല്ല സ്രോതസ്സും നീ തുറന്നു തരണേ അല്ല. വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാം. ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാരായിരിക്കും. ഞാനൊന്നും നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് തള്ളിക്കളയുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് വരുന്ന ഓരോ അതിശയങ്ങളും അത്ഭുതങ്ങളും നമ്മൾ മറ്റുള്ളവർക്കും ശരിക്കും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ പല പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഓരോ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഓരോ സഹോദരിമാർ എന്നോട് വിളിച്ച് പറയുന്നുണ്ട്. ശരിക്കും എന്ന് വെച്ചാൽ നമ്മളെ ഒരു കൂടപ്പിറപ്പ് നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് ഇത്താൻ്റെ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോൾ, ഓരോ അനുഭവങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എല്ലാവർക്കും തന്നെ പല കഴിവുകളുണ്ടാവും. പക്ഷെ ഓരോരാൾക്കും ഓരോ മാതിരിയിലേക്ക് ഓരോ കഴിവ് കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്തി ഹൈറും ബറക്കത്തും നേമത്തും സമ്പത്തും അള്ളാഹു പ്രദാനം ചെയ്തു തരട്ടെ. ഇതൊക്കെ വഴിയുണ്ടല്ലോ. നമുക്ക് എവിടെയും നമ്മളൊരു മുട്ടുകേടിലായി പോവില്ല. നമുക്ക് ഹൈറായി ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യവും പവറും നമുക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മഅസ്സലാമ.